കാസർഗോഡ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണം 2025-26 എന്ന പേരിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണം 2025-26 എന്ന പേരിൽ സംഘടിപ്പിച്ച വികസന സെമിനാർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുറേ കാലമായി നമ്മുടെ തനത് ഫണ്ട് ശാക്തീകരണമൊക്കെ താറുമാറായി കിടക്കുകയാണ്. 1-ാം തീയതി എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി എടുക്കുന്ന തനത് ഫണ്ടുകളല്ലാതെ ജനങ്ങളുടെ സമഗ്ര പരിപാടികൾക്ക് വേണ്ടി യാതൊരുവിധ തനത് ഫണ്ട് സമാഹരണവും നടക്കുന്നില്ല എന്നാണ് പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തനത് ഫണ്ട് ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന നികുതി പണവും മറ്റ് സേവന നികുതികൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും പണമെടുക്കുന്നവർക്ക് അവരുടെ പണം ഉപയോഗിച്ച് ഒരു നയാ പൈസയുടെ വികസനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ വികസന പദ്ധതികളിലുള്ള പ്രവർത്തികൾ പോലും പൂർത്തീകരിച്ച് സമയത്ത് സമഗ്ര വികസനം നടത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രധാന പങ്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൽ ജലീൽ DV പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, റീത്ത R, ഖാലിദ് പച്ചക്കാട്, സിയാന ഹനീഫ്, കൗൺസിലർമാരായ രമേശ് P, ലളിത, രഞ്ജിത, ആസൂത്രണ സമിതി അംഗം T മുക്താർ എന്നിവർ സംസാരിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് സ്വാഗതവും റവന്യൂ ഓഫീസർ ഹരിപ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.